ഹായ് എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ എ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പവർഫുൾ സ്പീച്ചാണ്. നമ്മളെ ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വേറൊരു സ്പീച്ച് ഉണ്ടാവില്ല. കാരണം ഈ സ്പീച്ച് നടത്തിയിട്ടുള്ളത് 1947 ഇൻഡിപെൻഡൻസിൻ്റെ തലേ ദിവസമാണ്. ഓക്കെ, നാളെ ഇൻഡിപെൻഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മിഡ് നൈറ്റ് ആണ് ഈ ഒരു സ്പീച്ച് പറഞ്ഞിട്ടുള്ളത്. സോ ഈ സ്പീച്ച് നോക്കിയാലോ നമുക്ക്. ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും സമ്മറിയും എല്ലാം നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഈ ചാപ്റ്ററിനെ പറ്റി കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് നെഹ്റു പറയാണ്, ലോങ് എഗോ, കുറേ മുന്നേ തന്നെ ഇന്ത്യ ഒരു വാഗ്ദാനം ഏറ്റെടുത്തിട്ടുണ്ട്. എന്താണ്? എ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. എന്താ ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞാല്? ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച, ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ വിധിയുമായിട്ടൊരു കൂടിക്കാഴ്ച വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഫുൾഫിൽ ചെയ്യുന്ന ഒരു സമയമാണ്. അതായത് നാളെ എന്താണ്, നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടണം. അപ്പോൾ ഇന്ന് പറയുന്ന കാര്യമാണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് അല്ലേ? ലോകം മൊത്തം ഉറങ്ങുന്ന ഈ ഒരു അർദ്ധരാത്രിയിൽ ഇന്ത്യ ഉണരുന്നത് എപ്പോഴാ? ഇന്ത്യ ഉണരുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ഇന്ത്യ ഉണരുന്നത്. ഹിസ്റ്ററിയിൽ റെയർ ആയിട്ട് മാത്രം വരുന്ന ഈ ഒരു നിമിഷമാണ് അല്ലെ? ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്രയും അപൂർവമായിട്ട് ചരിത്രത്തിൽ വരുന്ന ഒരു സമയമാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താണ്, ഒരു പഴയ കാലം, ഒരു ഓൾഡ് എറ അവസാനിച്ചിട്ട് ഒരു ന്യൂ എറ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പഴയ കാലം അവസാനിച്ചിട്ട് പുതിയ കാലം എന്താണ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഇന്ത്യ കുറേ കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ചിട്ടുണ്ട്. കുറേ സൈലന്റ് ആയിരുന്നു, കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, ബുദ്ധിമുട്ടുകളും എല്ലാം നിറഞ്ഞിട്ടുള്ളതായിരുന്നു കുറേ വർഷം ഇന്ത്യ. ഇപ്പോൾ എന്താണ്, അതിന്റെ സ്വരം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഫ്രീഡത്തിന് വേണ്ടി ശബ്ദിക്കാൻ തുടങ്ങിയിട്ട് ഫ്രീഡം അവരിതാ ഇങ്ങനെ എത്തിയില്ല എന്ന് പറഞ്ഞ, അതായത് നാളെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയമാണല്ലേ. അതായത് അവര് ഫ്രീഡം കൈകൊള്ളാണ്. നെഹ്റു ഇന്ത്യയുടെ എന്താ പറയാ ദീർഘകാലമായിട്ടുള്ള ആ ഒരു ചരിത്രത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു ലോങ് ജേർണി തന്നെയായിരുന്നു അതില്. അവര് കുറെ എന്താണ് സക്സസും അതുപോലെ തന്നെ ഫെയിലിയറും രണ്ടും അവര് ഫേസ് ചെയ്തിട്ടുണ്ട്. വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യ തന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്തിരിഞ്ഞിട്ടില്ല. അവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്വാതന്ത്ര്യം എന്നുള്ളതായിരുന്നു, ഫ്രീഡം എന്നുള്ളതായിരുന്നു. അതിൽ നിന്നും അവരൊരിക്കലും വ്യതിചലിച്ചു പോയിട്ടില്ലായിരുന്നു. ഭാഗ്യവും ദുർഭാഗ്യവും എല്ലാം കടന്നു പോയെങ്കിലും ഇന്ത്യ എന്താണ്, ആ ഒരു ഐഡിയൽ ഫ്രീഡം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി, അത് നേടുന്നതിന് വേണ്ടി എന്താണ് മാക്സിമം പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എന്താണ്, ഈ ഒരു ദുരിതകാലങ്ങൾക്ക് ശേഷം ഇന്ത്യ വീണ്ടും എന്താണ് സ്വാതന്ത്ര്യത്തിലേക്ക് എത്താണ്. ദുരിതമൊക്കെ അവസാനിക്കാൻ പോവാണ്. ഈ ആഘോഷിക്കുന്ന ഈ ഒരു നേട്ടം എന്താണ്, ഇനി വരാനുള്ള മഹത്തായിട്ടുള്ള കുറേ നേട്ടങ്ങളുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണെന്നാണ് പറയുന്നത്. നെഹ്റു പറയാണ്, സ്വാതന്ത്ര്യത്തോടൊപ്പം ഫ്രീഡത്തോടൊപ്പം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്വവും വരുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇത്രയും കാലം ആരാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ ബ്രിട്ടീഷുകാരാണ്. ഇനി മുതൽ ഭരിക്കാൻ പോകുന്നത് ആരാണ്? ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ തന്നെയാണ്. അപ്പൊ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അതായത് ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ ജനതയെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു അസംബ്ലി, നിയമസഭയുടെ മേലാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത എന്താണ്, ഒരുപാട് വേദനകളും ദുരിതങ്ങളും ഒക്കെ സഹിച്ചു. അവര് ചിലത് ഇപ്പോഴും എന്താണ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്താണ്, കഴിഞ്ഞത് കഴിഞ്ഞുപോയി. അപ്പൊ ഇനി ഭാവി ഇന്ത്യയെ എന്താണ് വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ്. അത് എത്തിക്കേണ്ട ആ ഒരു ചുമതല, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഇന്ത്യക്കാർക്ക് തന്നെയാണെന്നാണ് നെഹ്റു പറയുന്നത്. ഇന്ത്യയുടെ ഭാവി, അതായത് നമ്മളെ ഫ്യൂച്ചർ അത്ര എളുപ്പമല്ല എന്നാണ് നെഹ്റു പറയുന്നത്. കാരണം നൽകിയിട്ടുണ്ട് കുറേ വാഗ്ദാനങ്ങൾ. ഈ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിന് എന്താണ്, ഭയങ്കര നിരന്തരമായിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമം അതിന് ആവശ്യമാണ്, അത്യാവശ്യം തന്നെയാണ്. ഇന്ത്യക്ക് എന്താണ് സെർവ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ദുരിതപൂർണരായിട്ടുള്ള, അതായത് കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നത് തന്നെയാണ്. ഈ ദാരിദ്ര്യം ഇല്ലാതാക്കണം, അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അനീതിയും പിന്നെ അതുപോലെ ഇനീക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്താണ്, ഇല്ലാതാക്കണം എന്നാണ് പറയുന്നത്. കണ്ണിലെ ഓരോ കണ്ണീരും തുടയ്ക്കുക എന്നുള്ളത് മഹാന്മാരുടെ ഒരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം എന്ത് ചെയ്യണം, നിറവേറ്റണം. അത് നിറവേറ്റുക എന്നുള്ളത് ഭയങ്കര എന്താണ്, ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാ ആൾക്കാരുടെ പ്രയാസവും നീക്കുക എന്നുള്ളത്. പക്ഷെ അത് പ്രയാസമാണെങ്കിലും കൂടിയിട്ട് എന്താണ്, കഷ്ടപ്പാടുള്ളവരുടെ കഷ്ടപ്പാടൊക്കെ തീർത്തു കൊടുക്കുക തന്നെ വേണം. അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഇപ്പൊ ഏറ്റെടുക്കാൻ പോകുന്നതെന്നാണ് നെഹ്റു പറയുന്നത്.
ഇന്ത്യ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ എന്താണ് കഠിനാധ്വാനം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നെഹ്റു പറയുന്നുണ്ട്. ഈ സ്വപ്നങ്ങൾ ഇന്ത്യക്കായിട്ട് വേണ്ടി മാത്രല്ല ലോകത്തിന് തന്നെ വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട്. കാരണം എല്ലാ രാജ്യങ്ങളും പരസ്പരം എന്താണ് ഒരു കണക്ഷൻ ഉണ്ട്. കണക്റ്റഡ് ആണെന്നാ പറയുന്നത്. സ്വാതന്ത്ര്യം, പ്രോസ്പെറിറ്റി, സമൃദ്ധി, ദുരന്തങ്ങൾ ഇതെല്ലാം എന്താണ് എല്ലാവരെയും ബാധിക്കും. അതായത് ഒരു രാജ്യക്കാരെ മാത്രമല്ല എല്ലാവരെയും അത് ബാധിക്കുന്നുണ്ട്. അതിനാൽ എന്താണ് ഇന്ത്യക്കാര് വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അഭ്യർത്ഥിക്കുന്നുണ്ട്. ഈ കുറ്റപ്പെടുത്തലിനോ നെഗറ്റിവിറ്റിക്കോ ഒന്നിനും സമയമില്ല. എല്ലാ കുട്ടികളും എന്താണ് സമാധാനത്തോടെ ജീവിക്കുന്ന ആ ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു എന്താ പറയാ നോബിൾ മാൻഷന് നമ്മൾ പണിയണം. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നെഹ്റു പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് സമ്മറി നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അതൊന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതിന് ആൻസർ ചെയ്യുന്നതാണ്. ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ, ഇഷ്ടാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.